നമസ്കാരം. വിഘ്നേഷ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം കാരാപ്പുഴ, വയനാട് ജില്ലയിലെ കാരാപ്പുഴ ഡാമിലേക്കൊരു യാത്ര നടത്തി. തീർച്ചയായും ഈ വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് കളിക്കാനായ ആവശ്യമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഈ പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട്. തീർച്ചയായും ഫാമിലിയായി പോകുന്ന ആളുകൾക്ക് നല്ലൊരു വിനോദ സഞ്ചാര കേന്ദ്രമായി തന്നെ കാരാപ്പുഴ ഡാം തീർച്ചയായും നിങ്ങൾക്ക് ഉപയോഗപ്രദമാകും എന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള സംശയവും ഇല്ല. തീർച്ചയായും വയനാട് വരുന്ന ആളുകൾ മിസ് ചെയ്യാത്തൊരിടം കൂടിയാണ് ഈ കാരാപ്പുഴ ഡാം. നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിലൂടെ തന്നെ അതിൻ്റെ മനോഹാരിത വ്യക്തമാകും എന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായും വയനാട് വരുന്ന ആളുകൾ ബാണാസുര ഡാമും അതേപോലെ കാരാപ്പുഴ ഡാമും മിസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം അത്രയും മനോഹരമായ രണ്ട് സ്ഥലങ്ങളാണ്. തീർച്ചയായും വയനാട്ടിലേക്ക് വരികയാണെങ്കിൽ കാരാപ്പുഴ ഡാമിലേക്കും നിങ്ങൾ പോകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വയനാടും കാലാവസ്ഥ ഉച്ച സമയങ്ങളിലൊക്കെ അതിയായ ചൂട് തന്നെയാണ്. എന്നിരുന്നാലും മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് അത്രത്തോളം കാഠിന്യം ഇല്ല എന്നും തോന്നിപ്പോകാറുണ്ട്. തീർച്ചയായും പഴയ വയനാടിനെ പറ്റി പറയുമ്പോൾ രാവിലെ ഒരു 12 മണിവരെയൊക്കെ തണുപ്പും, അത് കഴിഞ്ഞ് വീണ്ടും ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ മഞ്ഞ് വീഴുന്ന വയനാട്, അതൊക്കെ ഓർമ്മയായ ഒരവസ്ഥയാണ് ഇത് കാണാൻ സാധിക്കുന്നത്. ആഗോളതലത്തിൽ തന്നെ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ വയനാടിനെയും ബാധിച്ചിട്ടുണ്ട് എന്നത് ബോധ്യമാകുന്ന കാര്യമാണ് വയനാട് വരുന്നവർക്ക്. എന്നിരുന്നാലും മറ്റു ജില്ലകളെ അപേക്ഷിച്ച് ഈ വയനാടിന് കുറച്ചെങ്കിലും മാറ്റമുണ്ട്. ഇപ്പോൾ കണ്ണൂരും അതുപോലെ തന്നെ പാലക്കാടൊക്കെ കത്തി നിൽക്കുന്ന ചൂട്, ആ അവസരത്തിൽ തീർച്ചയായും വയനാട് വന്നാൽ കുറച്ചൊരാശ്വാസം കിട്ടും. അതോടൊപ്പം ഒരുപാട് സന്ദർശിക്കാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് റിസോർട്ടുകൾ തീർച്ചയായും വയനാട് മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് ചെറിയ ചിലവിൽ നമുക്ക് സന്ദർശിക്കാൻ പറ്റുന്നൊരിടമാണ്. പിന്നെ ഇതിൻ്റെ പേരുകളൊക്കെ പറയാൻ മാത്രം അറിവില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പേരുകളൊന്നും തന്നെ ഞാൻ പറയാത്തത്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് കാരാപ്പുഴ ഡാമിലേക്ക് പോകുന്നത്. അവിടെ കണ്ട ചിത്രങ്ങൾ ചിത്രീകരിച്ചു. അത് നമ്മുടെ ചാനലിൽ പ്രേക്ഷകർക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നു എന്ന് മാത്രം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കാണാൻ വേണ്ടി അവിടുത്തെ ചിത്രങ്ങൾ ചിത്രീകരിച്ചതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരുകളും കാര്യങ്ങളൊന്നും വ്യക്തമായി അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കണ്ണൂർ ജില്ലയിലെ പാനൂരിൽ നിന്നും കുറ്റ്യാടി ചുരം വഴിയാണ് നമ്മൾ വയനാട്ടിലേക്ക് പോയത്. ചുരത്തിലൊക്കെ റോഡുകളൊക്കെ അത്യാവശ്യം ചില സ്ഥലങ്ങളിലൊക്കെ വെട്ടിപ്പൊളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ യാത്ര അല്പം ബുദ്ധിമുട്ടായി തോന്നി. എന്നിരുന്നാലും വലിയ കുഴപ്പമില്ല. പിന്നെ ഉച്ച സമയങ്ങളിലെ ചൂട് ആണ് ഒരു തടസ്സമായി വന്നത്. എന്നിരുന്നാലും നമ്മുടെ നാട്ടിലെ ചൂടിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഭേദമാണെന്ന് തോന്നി. ഇപ്പോൾ കണ്ണൂരടക്കമുള്ള ജില്ലകളിൽ നമുക്കറിയാം, ഉച്ച സമയങ്ങളിലൊന്നും പുറത്തു പോകുക എന്നുള്ള അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത്രത്തോളം ദുഷ്കരമാണ് ഈ ചൂടിൻ്റെ. ഇനി അങ്ങോട്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. തീർച്ചയായും എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഈ വീഡിയോയിലുള്ള ദൃശ്യങ്ങൾ ആസ്വദിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അവസാനം വരെ വീഡിയോ കാണുക. ഈ അവസാനം വരെ ഈ വീഡിയോയിൽ തീർച്ചയായും വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും
അവസാനം വരെ കണ്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ അറിയിക്കുക. അതോടൊപ്പം തന്നെ ലൈക്ക്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ പ്രോത്സാഹനം കൂടുതൽ വീഡിയോകൾ ചെയ്യാനും. പിന്നെ തുടക്കക്കാർ എന്ന നിലയിൽ പോരായ്മകളുണ്ടാവാം. ഈ വീഡിയോ ഞാൻ അധികം എഡിറ്റിങ്ങുകളൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ ചിത്രീകരിച്ച് ഇതുപോലെ അപ്ലോഡ് ചെയ്യുകയാണ്. കാരണം എഡിറ്റിംഗ് ചെയ്യേണ്ട ആവശ്യം ഈ വീഡിയോസിനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെയുള്ള ദൃശ്യങ്ങൾ അതേപോലെ പകർത്തിയതാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ.